ശ്രദ്ധിക്കണം. മാർജിനൽ കോസ്റ്റിൻ്റെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സത്യത്തിൽ ഇതിന് 14 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്നാണ് ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട അതിൻ്റെ ആൻസർ ഇത്രേ ഉള്ളൂ. ഇതിന് വലിയ ഇതൊന്നുമല്ല എന്ന് പറയാനായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ തരണ്ടേ? 14. ഓക്കെ, പറയട്ടെ. ക്വസ്റ്റ്യൻ വായിക്കാം, ചിന്തിക്കുമല്ലോ. ഒരുമിച്ച് വായിക്കാം എല്ലാവരും ഒരേ സ്വരത്തിൽ വായിക്കും. മാൻ ലിമിറ്റഡ് മാനുഫാക്ചർ, വായിക്കില്ല. മാനുഫാക്ചർ ആൻഡ് സെൽ എ പ്രൊഡക്റ്റ് ഏതാണ്? എക്സ് ആണ്. ഫോളോയിങ് ഡാറ്റ ആർ അവൈലബിൾ ഇൻ ദിസ് റിഗാർഡ്. ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ കോസ്റ്റ് 20 രൂപ. അതേതാണ്? വാല്യൂബിൾ കോസ്റ്റ് അല്ലേ? കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? അറിയോ? ഇതാ നോക്ക്, ശ്രദ്ധിക്കും. ഇതാ ഡയറക്റ്റ് മെറ്റീരിയൽ, പിന്നെ ഏതാ? ഡയറക്റ്റ് ലേബർ, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, പിന്നെ ഏതാ? ഫാക്ടറി ഓവർഹെഡ്. ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ഒഴികെയുള്ള ഗുഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി, അഥവാ റോ മെറ്റീരിയൽ, അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റിനാണ് എന്ത് പറയുക? കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്. മെറ്റീരിയൽ ഒഴികെയുള്ള ബാക്കി ലേബർ അതേപോലെയുള്ള മറ്റുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിനാണ് എന്ത് പറയുന്നത്? വാരിയബിൾ കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്. ഓക്കെ. പിന്നെ ഡീലറുടെ മാർജിൻ എത്ര രൂപയാണ്? 5 രൂപ. ഡീലറുടെ മാർജിൻ മനസ്സിലായ? ഇത് ഡീൽ ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഇടയിലുള്ള ആളെ കമ്മീഷൻ. സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയാണ്? 50 രൂപ. കുഴപ്പമില്ലല്ലോ. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് 8 ലക്ഷം ഉണ്ട്. പ്രസന്റ് സെയിൽസ് ഇപ്പം എത്ര സെയിൽസ് ആണ് വിറ്റുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്? 1,50,000. കപ്പാസിറ്റി 60%. അപ്പോൾ നമുക്ക് 60% ഈക്വൽ ആയിട്ടുള്ളതാണ് 1,50,000. ഇനിയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് പറയണത് ഇസ് ആൻ അക്യൂട്ട് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റിൽ. ഭയങ്കര എന്താണ്? കോമ്പറ്റീഷൻ ഉണ്ട്. എക്സ്ട്രാ എഫേർട്ട് ആർ നെസസറി ടു സെൽ ദ പ്രൊഡക്റ്റ്. നമ്മളിപ്പോൾ 1,50,000 യൂണിറ്റൊക്കെ വിൽക്കുന്നത് ഇനി അടുത്ത തവണ എന്തായിരിക്കണമെന്നില്ല, എളുപ്പമായിരിക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് സജഷൻ പറയുന്നുണ്ട്. എങ്ങനെയാണ്? 2 പോയിന്റുകളുണ്ട്. സജഷൻ ഹാവ് ബീൻ മെയ്ഡ് ഫോർ ഇൻക്രീസിങ് സെയിൽസ്. മനസ്സിലായില്ലേ? അപ്പോൾ 1.50 പോരാ, കൂടണം, അല്ലെങ്കിൽ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 സജഷൻ. ഒന്നേതാ? സെല്ലിംഗ് പ്രൈസ് എത്ര ശതമാനം കുറയ്ക്കാം? 4% കുറയ്ക്കുക. ഇതാണ് സജഷൻ 1. ഓക്കെ ആണോ? നിലവിൽ സെല്ലിംഗ് പ്രൈസ് 50 അല്ലേ? അത് 4% കുറച്ചാൽ എത്ര ആവും? ചെയ്ത് നോക്ക്. 48. ഇതാണ് ഒരു ഓപ്ഷൻ. ഇതൊരു ഓപ്ഷൻ അല്ല, സജഷൻ. അടുത്ത ഇൻക്രീസ് ഡീലറുടെ മാർജിൻ 20% ഓവർ ദ എക്സിസ്റ്റിംഗ് റേറ്റ്. ഇപ്പം എത്ര കൊടുത്തുകൊണ്ടിരിക്കുന്നത്? 50 അല്ലേ? 5 മുകളിൽ എത്ര ആക്കാം? ഒരു എക്സ്ട്രാ എമൗണ്ട് എത്ര കൊടുക്കാം? 120. അപ്പം എത്ര ആവും? 6 രൂപ. അങ്ങനെ 2 ഓപ്ഷനാണ് അവർ വയ്ക്കുന്നത്. യു ആർ റിക്വയർഡ്. നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? ഇഫ് ദ കമ്പനി ഡിസൈഡ് ടു മെയിൻറ്റെയിൻ ദ പ്രസന്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ പ്രോഫിറ്റ് എത്രയെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പ്രോഫിറ്റിന് അടുത്ത കൊല്ലം അവരെന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് 2 സജഷൻ വുഡ് യു റെക്കമെൻഡ്? മുകളിലെ ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യുവർ ആൻസർ ആണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, നിലവിലെ പ്രോഫിറ്റ് അറിയണം. കാരണം എന്താ? നിലവിലെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പോകുന്നത്? ഡിസിഷൻ പോകുന്നത്. കാരണം ഈ പോയിന്റ് മനസ്സിലായെങ്കിൽ കമ്പനി ഡിസയർ, കമ്പനിക്ക് ആഗ്രഹം മെയിൻറ്റെയിൻ പ്രസന്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എന്നല്ലേ? പ്രസന്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യാം, വേരിയബിൾ കോസ്റ്റുകൾ ലെസ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെ ഉണ്ട്? റോ മെറ്റീരിയൽ, കൺവേർഷൻ കോസ്റ്റ്, പിന്നെ ഏതാണ്? ഡീലർ മാർജിൻ. അപ്പോൾ എത്ര വരും? 30, 40 അല്ലേ? 40, 50 കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര വരും? 10. എത്ര യൂണിറ്റ് അപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നു? 1,50,000 ഇൻറ്റു 10 എത്ര? 15 ലക്ഷം. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാ? 8 lakh. ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ അടുത്തൊരു പോയിന്റ് ഉണ്ട്. 2 സജഷൻ പറയുന്നുണ്ട്. ആ 2 സജഷനിൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് അങ്ങ് ഇഗ്നോർ ചെയ്യാണ്. കാരണം എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇൻ ബോത്ത് ദ സജഷൻ. സോ ഇഗ്നോർ ഏതാണ്? ഇറ്റ്. മനസ്സിലായ? 2ലും ഫിക്സ്ഡ് കോസ്റ്റ്. ഇനിയിപ്പോൾ എടുത്ത് ചെയ്താൽ കുറച്ച് സ്റ്റെപ്പ് കൂടുന്നുള്ളൂ, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഒഴിവാക്കുക, ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ ഒന്നാമത്തെ സജഷൻ എന്താ മക്കളെ? പറയൂ.
സെല്ലിംഗ് പ്രൈസ് 4% കുറയ്ക്കും. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് 48 ആവും. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. കോൺട്രിബ്യൂഷൻ 8 ആയി. മുന്നേ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 10 എത്രയാവും? 8 ആവും. അടുത്ത പോയിന്റ് എന്താണ്? ദാറ്റ് ഈസ് സെയിൽസ് യൂണിറ്റ് ടു ബി അറ്റൈൻ ടു ഗെറ്റ് ദ സെയിം പ്രോഫിറ്റ്. ഇതേ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര സെയിൽസ് യൂണിറ്റ് വേണം? ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയുള്ളത്? 15 ലക്ഷം അല്ലേ മുന്നത്തെ അല്ലേ? ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 8. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അതേ പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്ന്. സാർ പ്രോഫിറ്റ് അല്ലല്ലോ, പ്രോഫിറ്റ് അല്ല കിട്ടണ്ടേ? പ്രോഫിറ്റാണ് കിട്ടേണ്ടത്. പ്രോഫിറ്റ് എത്ര? 7 ലക്ഷം. 7 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എത്ര കോൺട്രിബ്യൂഷൻ കിട്ടണം? 15. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഭാഗം എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ? രണ്ടിലും ഏത് കോമൺ ആണ്? ഫിക്സഡ് കോസ്റ്റ് കോമൺ ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ടാർഗറ്റ് പ്രോഫിറ്റ് എത്രയെന്ന് വിചാരിച്ചാൽ 15 ലക്ഷം. കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ പ്രോഫിറ്റ് ബിഫോർ റിഡക്ഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ 15 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് വിൽക്കണം? അപ്പോൾ 1,50,000 ഉള്ളത് എന്താവണം? എത്രയാവണം? 1,87,500 ആവണം. പ്രൂഫ് എന്താ? വേണമെങ്കിൽ ആ പ്രൂഫ് നോക്കാം. 1,87,500 ഇൻറ്റു എത്രയാണ് കോൺട്രിബ്യൂഷൻ? 8. അപ്പോൾ എത്ര വരും? 15. ഫിക്സഡ് കോസ്റ്റ് 8 ലക്ഷം, എത്ര? 7 ലക്ഷം. സംശയമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇതാണ് ഒരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്? ഡീലറുടെ മാർജിൻ എന്ത് ചെയ്യാം? കൂട്ടാം. ഓക്കെ അല്ലേ? ഡീലറുടെ മാർജിൻ കൂട്ടുമ്പോൾ സെയിൽസ് പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയാണ്? 50. ഡീലറുടെ മാർജിൻ പറയുന്നത് വിൽക്കുന്ന ആളല്ലേ, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പം അജ്മിയുടെ പുട്ടുപൊടി ഉണ്ട്, ഷെമീലിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം, അജ്മിയുടെ പുട്ടുപൊടി ഉണ്ട്, അതുപോലെ ഏതുണ്ട്? നെല്ലറ ഉണ്ട്. അപ്പം ഷെമീൽ ഏതാ പറയാൻ നല്ലത്? നെല്ലറ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഷെമീൽ പറഞ്ഞ എൻ്റെ അവിടുത്തെ കടക്കാരൻ, ഓൻ പറയുന്നതാണ് നെല്ലറ. കാരണം എന്താണ്? ഓർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടിയിരുന്നാവും നെല്ലറ. എക്സാമ്പിൾ പറയട്ടെ, അല്ലോ. ഓക്കെ അല്ലേ? ചിലപ്പോൾ ഒരു കൂതറ സോപ്പോ ഓൻ പറയുന്നത് നല്ല സോപ്പ്, ഷെബീർ പറയുന്നത് എൻ്റെ ഏട്ടനാ. അപ്പോൾ ഷെബീർ പറയുന്നത് നല്ല സോപ്പാടാ പറയും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അവൻ പറയുന്നത് ഇതിന് 3 റുപ്യ കിട്ടും, മറ്റേക്കെ വലിയ ബ്രാൻഡഡ് സാധനമില്ല, 100 റുപ്യ കിട്ടുള്ളൂ. കാരണം അജിമിയുടെ ആളുകൾ എന്തായാലും വന്നിട്ട് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ ഒരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി 50 ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വരും? 20. ഡയറക്റ്റ് കൺവേർഷൻ കോസ്റ്റ് 15. പിന്നെ എവിടെ കൂടുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലോ, ഇതായിരുന്നു ഡീലേഴ്സ് മാർജിൻ, അതാണ് DM. ഓക്കെ, റൈറ്റ്. അതും DM ആണ്, ഇതും DM ആണ്. ഇത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്, ഇതേതാണ്. ഓക്കെ, രണ്ടു തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. അടിയിൽ വർക്കിംഗ് നോട്ടുണ്ട് 5 × 120. അപ്പോൾ അതിന് മനസ്സിലാക്കാം. 6. അങ്ങനെ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 9. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ സെയിൽസ് റിക്വയർഡ് എത്രയാ? 15 ലക്ഷം ഡിവൈഡഡ് ബൈ ഏതാണ്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? യൂണിറ്റ് ഇൻറ്റു ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ എത്ര വരും? 1,66,667. മറ്റടുത്ത് എത്രയാണ്? 1,87,500. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? കോമ്പറ്റീഷനാണ്. ഇതിൽ രണ്ടിലും കൂടെ പ്രോഫിറ്റ് എത്രയാവും മുത്തുമണികളെ? സെയിം അല്ലേ? ഇവിടെയും 15 ലക്ഷം രൂപ കോൺട്രിബ്യൂഷൻ കിട്ടും, ഇവിടെയും 15 കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ 15 കോൺട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ 1,66,000 വേണം. ഇവിടെ എത്രയാണ്? 1,87,500 വേണം. ഏതാ നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷന്റെ സമയത്ത് ഏതാ നല്ലത്? ഓക്കെ, 1 ലക്ഷം. സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യണ്ട? കുറച്ച് കഴിക്കണ്ട. അപ്പോൾ ഏതാണ്? The man limited should accept second suggestion. It gives same profit in less number of unit. കുറച്ച് നമ്പർ ഓഫ് യൂണിറ്റിൽ സെയിം പ്രോഫിറ്റ് കിട്ടുന്ന ഏതാണ്? സെക്കൻഡ് സജഷൻ ആണ്. ഓക്കെ അല്ലേ? നമ്മൾ സ്റ്റഡി യൂണിറ്റിലൊന്നും കാണാത്ത ഒരു ടൈപ്പ് സാധനമാണ്. അനന്തമാണ് ഏത്? മാർജിനൽ കോസ്റ്റ്. ദാറ്റ്സ് ഓൾ.